സഹോദര, ദീനിയായ നസീഹത്ത് നമുക്ക് വേണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മൗലവിയുടെ ജീവിതത്തിൽ ഞാൻ കണ്ട, എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കിയ കാര്യം, അദ്ദേഹം ആ കാലഘട്ടത്തിലും, ആ കാലഘട്ടം തന്നെ ഗൾഫിലേക്ക് കത്തെഴുതണമെങ്കിൽ എന്താ അവസ്ഥ അല്ലേ? ദിവസങ്ങൾ കഴിയും മറുപടി കിട്ടണമെങ്കിൽ അത് എത്തിക്കണമെന്ന് അല്ലാഹു അലം എന്ന് പറയേണ്ടി വരും. ആ കാലഘട്ടത്തിലും അദ്ദേഹം ഉലമാക്കളുമായി ബന്ധം പുലർത്തി, പണ്ഡിതന്മാരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് നിരന്തരം അദ്ദേഹം കത്തെഴുതുമായിരുന്നു. എന്തിനധികം, അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 2 കത്തെഴുതി ഒപ്പുവെച്ചു. ആ ദിവസം അദ്ദേഹം മരിച്ചു. ആ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ മുഹൈദ്ദീൻ ഉമരി ആ കത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം എഴുതി, ഷെയ്ഖ് ഇബ്നു ബാസ്, നിങ്ങൾക്കാണ് എൻ്റെ ഉപ്പ അവസാനമായി കത്തെഴുതി ഒപ്പിട്ടത്. അവസാനത്തെ കത്ത് നിങ്ങൾക്കായിരുന്നു. ഇബ്നു ബാസിനാണ് അവസാനമായി കേമൂലി കത്തെഴുതിയത് റഹിമഹുല്ലാഹ്. ഉലമാക്കളുമാർക്കുണ്ടായ ബന്ധമാണത്. ഇവിടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും ഒരേ മാർഗത്തിലാണ് എന്നാണ് ജനങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നീട് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലുള്ള ചർച്ചകൾ വന്നു. എന്താണ് അവർ ചെയ്തത്? എന്താ തർക്കമുണ്ടായപ്പോൾ അവർ ചെയ്തത്? അവർ തങ്ങളെക്കാൾ വിവരമുള്ള പണ്ഡിതന്മാരിലേക്ക് ഈ വിഷയം മടക്കി, അല്ലേ? ഉമർ മൗലവി അതല്ലേ ചെയ്തത്? ഒരു പുസ്തകം എഴുതി ഇബ്നു ബാസിന് അയച്ചു കൊടുത്തു. കെ മൗലവിയും സമാനമായ രൂപത്തിൽ ഈ വിഷയം വിശദീകരിക്കാൻ ശ്രമിച്ചു. അവർ പണ്ഡിതന്മാരിലേക്ക് കാര്യങ്ങൾ മടക്കിയിരുന്നു. നമുക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. നമ്മളിടെ തർക്കിച്ച് തീർക്കുന്നതിന് പകരം നമ്മളെക്കാൾ വിവരമുള്ള ആളുകളുടെ മുൻപിൽ ഒന്ന് ഇരുന്നൂടെ? ഒന്ന് സംസാരിച്ചു നോക്കൂടെ? സംസാരിക്കാൻ തന്നെ ചില ആൾക്കാർ തയ്യാറല്ല. അങ്ങോട്ട് വന്നാൽ ഇങ്ങനെയാവും, ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെയാവും. നിങ്ങളുടെ ഷെയ്ഖ്, നമുക്ക് എൻ്റെ യോജിപ്പുള്ള ആരുടെയെങ്കിലും മുന്നിൽ പോയിരിക്കാം. എത്ര അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയാണെങ്കിൽ അവസാനിക്കുമായിരുന്നു. പക്ഷേ ജനങ്ങൾ യോജിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ലാത്ത ചിലർ തലപ്പത്തുണ്ടായാൽ മതി, അത് എല്ലാവരെയും ബാധിക്കണം.